ഏവർക്കും വണക്കം, വെൽക്കം, നമസ്കാരം, സുപ്രഭാതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചില അപ്രിയ സത്യങ്ങളും, അല്ലെങ്കിൽ ഹ്രസ്വമായി പറഞ്ഞാൽ സിനിമയും സത്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ആർക്കും കേൾക്കുവാൻ താല്പര്യമില്ലാത്തതും ഏവർക്കും ഏതാണ്ട് ബോധ്യമുള്ളതും എന്നാൽ അറിവുണ്ട് എന്ന് സമ്മതിക്കുവാൻ അധികമാരും കൂട്ടാക്കാത്തതുമായ ചില യാഥാർത്ഥ്യങ്ങൾ ഏവരെയും ഒന്ന് ലളിതമായി ലഘുവായി ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ അതിനോട് പ്രതികരിക്കാവുന്നതാണ്. ഒന്ന്, അതിൻ്റെ സെൻസേഷണലായിട്ടുള്ള ഭാഗം, അത് മാത്രം ശ്രദ്ധിച്ച് 1-2 ദിവസം അതിനെപ്പറ്റി ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി ആ സംഭവം സൂചിപ്പിക്കുന്ന സത്യത്തെ തികച്ചും അവഗണിച്ച്, പരിഗണിക്കാതെ ഈ സംഭവത്തിൻ്റെ നാടകീയമായ വശങ്ങൾ മാത്രം അറിഞ്ഞും ആസ്വദിച്ചും പിന്നെ അടുത്ത സംഭവം വരുന്നത് വരെ കാത്തിരിക്കുക, ഈ ഒരു സമീപനം. എന്നാൽ രണ്ടാമത് ഒരു സമീപനമുണ്ട്. അത് ഈ കാലത്ത് ആർക്കും താല്പര്യമില്ലാത്ത, അധികമാർക്കും താല്പര്യമില്ലാത്ത ഒരു സമീപനമാണ്. അതായത്, എന്ത് സംഭവിച്ചാലും അത് ചില വാസ്തവികതകളെ, റിയാലിറ്റീസിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ സംഭവവും ഓരോ വിരൽ ചൂണ്ടലുകളാണ് എന്ന ഒരു നിത്യസത്യം, നിതാന്ത സത്യം തിരിച്ചറിഞ്ഞ്, അതുകൊണ്ട് തന്നെ സംഭവങ്ങളുടെ മറയുടെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു അന്വേഷണ ബുദ്ധി അവലംബിക്കുക, ഇത് രണ്ടാമത്തെ ഒരു സമീപനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സമീപനമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഉള്ളടക്കവും അതിനോടനുബന്ധമായിരിക്കുമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും കാര്യമായ അർത്ഥവത്തായ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ കരുതുമെന്ന് ഞാൻ കരുതുന്നതുമില്ല. കാരണം എന്താണ്? അത് മാത്രമാണ് നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ ഇടയിൽ ചില അപലപനീയമായ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നത്, അത് മാറ്റമില്ലാതെ തുടരുന്നത് നമുക്കറിവില്ലാഞ്ഞിട്ടല്ല. സിനിമാ ലോകം ധാർമ്മികമായി അധപ്പതിച്ചതാണ് എന്നും അതിനകത്ത് മനുഷ്യർ, വ്യക്തികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നും അറിയാത്ത ആരും കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ചെറുപ്പം മുതലേ, ഇപ്പോൾ നടികൾ എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകമായ ഒരു കണ്ണിൽ കൂടെയാണ് കേരള സമൂഹം എക്കാലത്തും കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നടികൾ സഹനടന്മാരുടെ ലൈംഗിക ആക്രമണത്തിന്, വന്യമൃഗ തുല്യമായ, അതിനേക്കാൾ മോശമായ സമീപനത്തിൻ്റെ ഇരകളാണ്. അതിന് സ്വയം കീഴ്പ്പെടുത്തുന്നവർക്ക് മാത്രമേ സിനിമാ ലോകത്ത് മുൻപോട്ട് പോകുവാനും നിലനിൽപ്പാനും സാധ്യമാകുകയുള്ളൂ എന്ന അറിവ് കുറഞ്ഞ പക്ഷം 70 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് സമൂഹം അംഗീകരിക്കുകയും
അതിനോട് പൊരുത്തപ്പെട്ടു പോകുകയുമാണ് നാളിതുവരെയും ചെയ്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൂടെ ആരും ഇതുവരെ അറിയാൻ വയ്യാത്ത, ആർക്കും ഒരു എത്തും തുമ്പുമില്ലാതിരുന്ന ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തി എന്നാരെങ്കിലും വിചാരിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുവെങ്കിൽ അവർ വെറും കാപട്യം അഭിനയിക്കുകയാണ്. അവരിൽ സത്യത്തിൻ്റെ കച്ചിത്തുരുമ്പ് പോലുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അറിവില്ലാഞ്ഞത് കൊണ്ടല്ല ഈ അധപ്പതനം നാം കാത്തു സൂക്ഷിച്ചത്. സമൂഹത്തിന് അല്പം വിനോദം ആവശ്യമാണ്. ഈ വിനോദം നിർമ്മിക്കുന്നവർക്ക് അവരുടേതായ ചില അവസ്ഥകളും അവകാശങ്ങളുമുണ്ട്. അത് അനുവദിച്ചു കൊടുക്കുവാൻ സമൂഹം ബാധ്യസ്ഥമാണ് എന്ന ഒരു സമീപനമാണ് നാളിതുവരെയും നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്തത്. ആ ഒരു സമീപനത്തിന് എന്തെങ്കിലും മാറ്റം ഈ തലമുറയിലോ അടുത്ത 10 തലമുറകളിലോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും വളരെ പ്രത്യേകമായി വ്യക്തമായി നാം ധരിക്കേണ്ട 1-2 കാര്യങ്ങൾ, അഭിനയമില്ലാതെ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനും പരിഗണിക്കുവാനും ശ്രമിക്കാം. ഇത് മറ്റാരും ഏറ്റെടുക്കുവാൻ സാധ്യതയില്ലാത്തൊരു ചുമതല എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനോട് പരാമർശിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പല കാര്യങ്ങളോടും പരാമർശിക്കുവാൻ വൈകുന്നത്. കാരണം മറ്റുള്ളവർക്ക് പറയാൻ സാധ്യമാകുന്നത് അവർ പറയട്ടെ, അതിനിടയിൽ കയറി ശബ്ദമുണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ ആർക്കും വേണ്ടാത്തതും പൊതുവെ അവഗണിച്ച് കിടക്കുന്നതുമായ അടിസ്ഥാന മർമ്മങ്ങളും പ്രമാണങ്ങളും തിരിച്ചറിവുകളും നഷ്ടപ്പെട്ടു പോകാതെ ജനങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ എനിക്കായി സ്വീകരിച്ചിരിക്കുന്ന കടമ എന്ന് ഏതാണ്ട് ഇതിനോടകം ഏവർക്കും തിരിച്ചറിവ് ഉള്ളതാണ്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് കൂട്ടായ്മയുടെ ഏക പ്രസക്തിയും അത് തന്നെയാണ്. അത് നിങ്ങളിൽ അനേകം ആളുകൾ ഇതിനോടൊപ്പം തിരിച്ചറിയുകയും അപ്രകാരം തന്നെ നിങ്ങളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എനിക്ക് വളരെ പ്രോത്സാഹനം നൽകുന്നു എന്നും ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് സിനിമാ ലോകം, എനിക്ക് സിനിമാ ലോകം വലിയ പരിചയമില്ല. ഞാൻ സിനിമ കാണുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയും സാഹിത്യം കുറേ നാളൊക്കെ പഠിപ്പിച്ച് അഹോവൃത്തി നടത്തിയ വ്യക്തിയുമാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സിനിമാ ലോകത്തോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും അത്ഭുതപ്പെടാൻ സാധ്യതയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, സിനിമാ ലോകം യാഥാർത്ഥ്യത്തോട് വലിയ ബന്ധമൊന്നുമില്ലാത്തതാണ്. എന്നാൽ അതിൻ്റെ ആധാരമായ കഥകളും സിനിമ നിർമ്മിക്കുന്ന ആ വലിയ പ്രക്രിയകളും അടങ്ങിയിരിക്കുന്ന കലാബോധവുമൊക്കെ വിലയുള്ളതാണ് എന്ന ചിന്തയും എനിക്കുണ്ട്. എന്നാൽ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, ടെലിവിഷൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അത് വെറും ലൈറ്റാണ്, അതിൽ മനുഷ്യരൊന്നുമില്ല എന്നൊരു ചിന്ത എപ്പോഴും ചെറുപ്പകാലം തൊട്ടേ എന്നെ ബാധിച്ചത് കൊണ്ടാണ്. രണ്ടാമത് തിയേറ്ററിലൊക്കെ പോയി അവിടെ പോയാൽ എന്തെങ്കിലും അസുഖം വരും എന്നൊരു ചിന്തയും എനിക്ക് എക്കാലത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ പോകാൻ സാധ്യതയില്ല, പോകാൻ സാധ്യമല്ല. പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമാ ലോകവും നമ്മുടെ സാമൂഹ്യ ജീവിതവും തമ്മിൽ ഒരു മർമ്മപ്രധാനമായ വ്യത്യാസമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായൊരു സാമ്യവുമുണ്ട്. ദർ ഇസ് എ ട്രിമെൻഡസ് ഡിഫറൻസ് ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് സിമിലാരിറ്റി. ഇതാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത. ആദ്യം സിമിലാരിറ്റി, അത് സാമ്യം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സിനിമാ ലോകത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും മനുഷ്യൻ അഭിനയിക്കുകയാണ്. മനുഷ്യൻ ഒരു അഭിനയ ലോകത്തിലാണ്. നാം എല്ലാവരും അഭിനയക്കാരാണ്. ജീവിതത്തിൽ
ഓരോരോ വേഷം കിട്ടുന്നവരാണ് നാം. വി ആർ ആക്ടിങ് ഡിഫറെൻറ്റ് റോൾസ്. അപ്പൻ്റെ വേഷം കിട്ടുന്നു, ഭർത്താവിൻ്റെ വേഷം കിട്ടുന്നു, ഭാര്യയുടെ വേഷം കിട്ടുന്നു, പുരോഹിതൻ്റെ വേഷം കിട്ടുന്നു, നേതാവിൻ്റെ വേഷം കിട്ടുന്നു, നേതാവിൻ്റെ അനുയായിയുടെ വേഷം കിട്ടുന്നു, നല്ലവൻ്റെ വേഷം കിട്ടുന്നു, പിന്നെ കവലച്ചട്ടമ്പിയുടെ വേഷം കിട്ടുന്നു. അങ്ങനെ വേഷങ്ങൾ വേഷങ്ങൾ വേഷങ്ങൾ, മുഖം മൂടികളാണ് ഇവ മുഴുവൻ. യഥാർത്ഥത്തിലുള്ള സത്യം, ഓരോ വ്യക്തിയെപ്പറ്റിയുള്ള സത്യം ആ വ്യക്തിക്ക് പോലും പലപ്പോഴും അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ദാർശനികതയിൽ ആദ്യകാലം മുതൽ മനുഷ്യ, നീ നിന്നെ തന്നെ തിരിച്ചറിയുക, നോ ദൈ സെൽഫ്. ഗ്രീക്ക് ഫിലോസഫി ആരംഭിക്കുന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നോ ദൈ സെൽഫ്. നീ നിന്നെ പറ്റി നിന്നെ തന്നെ അറിയുക. നീ ആരാണ് എന്ന് തിരിച്ചറിയാതെ എങ്ങനെയാണ് നീ നിന്നെ തന്നെ കരുതുന്നത്? എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് നല്ലത്, എന്ത് തിന്മയായത് എന്ന് നീ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? നിന്നെപ്പറ്റി നിനക്ക് യാതൊരു ബോധവുമില്ലെങ്കിൽ എങ്ങനെയാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും? നിന്നെ തന്നെ നീ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, സംരക്ഷിക്കണമെങ്കിൽ, നിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം നീ നിന്നെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നാൽ സമൂഹത്തിലാകട്ടെ, സിനിമയിലാകട്ടെ, സിനിമാ ലോകത്തിലാകട്ടെ, മതത്തിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, ഇതിന് ആരും കൂട്ടാക്കുന്നില്ല. എല്ലാവരും ഓരോരോ സങ്കല്പങ്ങൾ, ഓരോരോ വേഷങ്ങൾ, ഓരോരോ മുഖം മൂടികൾ അതും വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ രാവിലെ ഉണരുമ്പോൾ ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കുകയൊന്നുമല്ല, ആദ്യം ചെയ്തൊരു മുഖം മൂടി എടുത്ത് അണിയുക, അതാണ്. പിന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ അഭിനയം ഏറ്റവും നല്ലൊരു കലയായി ഉയർത്തുന്നവർ സിനിമാ ലോകത്തിൽ വിജയിക്കുന്നു. അതാണ് സിനിമയും ജീവിതവും തമ്മിലുള്ള ബന്ധം. എല്ലാവരും അഭിനേതാക്കളാണ്, എല്ലാവരും കലാകാരന്മാരാണ്. പക്ഷേ അവരിൽ ഏറ്റവും മികച്ചവർ ജീവിതം മുഴുവനും ഈ അഭിനയത്തിന് ഒഴിഞ്ഞു വെക്കുവാൻ താല്പര്യമുള്ളവർ, അതിലേറ്റവും സന്തോഷവും നിർവൃതിയും കണ്ടെത്തുകയും അതുകൊണ്ട് വളരെയധികം നേട്ടം കൈവരിക്കുവാൻ ആത്മധൈര്യമുള്ളവർ മറ്റെല്ലാം ഉപേക്ഷിച്ച് സിനിമാ ലോകത്തെ അഭയം പ്രാപിക്കുന്നു. നാമോ കഴിവുകേട് കൊണ്ട് ഈ ചെറിയ ചെറിയ റോൾ അഭിനയിച്ച് ജനനം മുതൽ മരണം മുതൽ ചൊട്ട മുതൽ ചുടല വരെ നാം ഈ അഭിനയം കൊണ്ട് നടക്കുന്നു. ഇതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. എന്നാൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ ശ്രദ്ധേയമാണ്. നാം സാമൂഹ്യ ജീവികളാണ്. സമൂഹം എന്നത് അതിൻ്റേതായ നിബന്ധനകളും നിർബന്ധങ്ങളുമുള്ളതാണ്. അതിൻ്റേതായ ബോധങ്ങളും ബോധ്യങ്ങളുമുള്ളതാണ്. ചുമതലകളും അച്ചടക്കങ്ങളും അതിർവരമ്പുകളുമുള്ളതാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്തുകൂടാ. ചില മാന്യതകൾ, മര്യാദകൾ പാലിക്കണം. മര്യാദ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലെ അർത്ഥം നമുക്കറിയാതെ സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മര്യാദ എന്ന് പറഞ്ഞാൽ അതിർവരമ്പുകൾ മുറിച്ച് കടക്കാതെ, അതിർവരമ്പുകളിന് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതിർവരമ്പുകൾ നമുക്കറിയാം. ഇപ്പോൾ ലക്ഷ്മൺ രേഖ, അതിനപ്പുറത്ത് കിടക്കരുത്. ഇപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞാൽ ആദാമിനോടും ഹവ്വായോടും പറയും, ഏദൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു വരയുണ്ട്. ഈ അതിർത്തി നീ കടക്കരുത്. അതിർത്തിയില്ലാത്ത സ്വാതന്ത്ര്യമില്ല, അതിർത്തിയില്ലാത്ത സമൂഹമില്ല, അതിർത്തിയില്ലാത്ത അവസ്ഥയില്ല. ഇത് സാർവലൗകികമായൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ കഴിയുമെങ്കിൽ ഈ അതിർത്തി കവച്ച് വെച്ച് മുറിച്ച് കടന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ചാടി തൻ്റെ സ്വാതന്ത്ര്യവും ജീവിതത്തിൻ്റെ അനുഭൂതികളും ആസ്വാദ്യതകളും എത്രമാത്രം വർദ്ധിപ്പിക്കാം എന്നൊരു തത്രപ്പാട് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ ഇതാരും സമ്മതിക്കത്തില്ല എന്ന് മാത്രം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ചില അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ, കിംവദന്തികൾ, ചില സ്കാൻഡൽസ്
പുറത്തു വരുമ്പോൾ നമുക്കറിയാം അങ്ങനെയാണ്, ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ നാം ആരും ഇനി അഭിനയിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സത്യം ഇതാണ്, നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ കഴിയുമെങ്കിൽ അല്പം ഒന്ന് കട്ട് തിന്നാൻ, അല്പം ഒന്ന് പോയി അപ്പുറത്ത് പോയി ഒന്ന് നുണയുവാൻ, അല്പം ഒരു വേണ്ടാതീനം കാണിക്കാൻ, അല്പം ഒരു അസന്മാർഗിക വഴിയെ നടക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ആ താല്പര്യത്തിൻ്റെ ഉരുൾപൊട്ടൽ സംഭവിക്കാതെ നമ്മെ സമനിലയ്ക്ക്, നമ്മുടെ വ്യക്തിപരമായ സമനില കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ സാമൂഹികമായ പ്രതിബദ്ധതയാണ്. സോഷ്യൽ കോൺഷ്യസ്നെസ്, സാമൂഹ്യമായ സോഷ്യലായിട്ടുള്ള പ്രതിബദ്ധതയാണ്. നമ്മുടെ സമൂഹത്തിൽ വസിക്കുമ്പോൾ ഇന്ന അതിർവരമ്പുകളുണ്ട്, അതിനപ്പുറത്ത് പോയിക്കൂടാ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നീ പ്രവർത്തിക്കരുത്, നിൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത്, നഗ്നമായി നടക്കരുത്. അപ്പോൾ പറയാം, ഞാൻ ജനിച്ചപ്പം വസ്ത്രമില്ലാതാണല്ലോ വന്നത്, ശരി, നിൻ്റെ വീട്ടിലായിക്കോ, സമൂഹത്തിൽ അത് വേണ്ട, ഈ എൻ്റർടൈൻമെൻറ്റിലാണ് ഞങ്ങൾ കഴിഞ്ഞോളാം എന്ന് പറയാനുള്ള അവകാശം സമൂഹത്തിനുണ്ട്. അപ്പോൾ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില നിബന്ധനകൾ അനുസരിച്ചും അംഗീകരിച്ചും മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. നാം ചെയ്യുന്നതിന് നാം കണക്ക് കൊടുക്കേണ്ടതാണ്, ഉത്തരം പറയേണ്ടതാണ്. നമ്മുടെ താല്പര്യവും ഇംഗിതവും ദാഹവും മോഹവും അനുസരിച്ച് മാത്രം ജീവിക്കുവാൻ സമൂഹത്തിൽ നമുക്ക് സാധ്യമല്ല. എല്ലാവരുടെയും സൗകര്യവും സ്വാതന്ത്ര്യവും അഭിമാനവും അവകാശങ്ങളും മാനിച്ച് മാത്രമേ വ്യക്തികൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ, സ്ഥിതി ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നിബന്ധന സമൂഹത്തിലുണ്ട്. എന്നാൽ ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഈ നിബന്ധന സിനിമാ ലോകത്തിലില്ല. ഇനി സിനിമാ ലോകം എന്താണ് എന്ന് എൻ്റെ എളിയ അറിവിൽ വായിച്ച് മനസ്സിലാക്കിയതിൽ കൂടെ മാത്രം, അത് കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ചില സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. സിനിമാ ലോകമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാമൂഹ്യ ജീവിതം ഒരു മാനദണ്ഡമായി നാം ഉപയോഗിച്ച് പരിഗണിച്ചാൽ അത് ഒരു കൃത്രിമ ലോകമാണ്. അതൊരു സാമൂഹ്യ ലോകമല്ല. ഇറ്റ്സ് നോട്ട് എ സോഷ്യൽ വേൾഡ്, ഇറ്റ് ഈസ് നോട്ട് എ വേൾഡ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിങ്ക്ട്സ്. അത് കൃത്രിമമായ, അതായത് സന്മാർഗബോധം മനുഷ്യൻ്റെ ഉള്ളിൽ ഉടലെടുത്തതിൻ്റെ ഫലമായി, അതിന് സഹസ്രാബ്ദങ്ങൾ കൊണ്ടാണ് ഇപ്രകാരമുള്ള ബോധ്യങ്ങൾ മനുഷ്യൻ ആർജിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇത് പിറന്നു വീണപ്പോൾ തൊട്ടേ ഉള്ള ബോധങ്ങളല്ല, മനുഷ്യജാതിയുടെ കൂടപ്പിറവികളല്ല സന്മാർഗബോധങ്ങൾ. അത് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് മനുഷ്യൻ അന്വേഷിച്ചും ആരാഞ്ഞും അധ്വാനിച്ചും ജീവിതത്തിൻ്റെ പലവിധമായ ദുരന്ത അനുഭവങ്ങളിൽ കൂടെ, കഷ്ടത്തിൻ്റെ തീച്ചൂളയിൽ കൂടെ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ചില അടിസ്ഥാന മർമ്മങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അത് ഓരോരുത്തരും ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളായി വളരുമ്പോൾ ആ അവസ്ഥയിൽ കൂടെ അവർ പ്രാപിക്കുന്ന അറിവുകളാണ്, മാനദണ്ഡങ്ങളാണ് സന്മാർഗബോധങ്ങൾ. moral demands, moral consciousness, moral purpose, social mores എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നാം വിദ്യാഭ്യാസത്തിൽ കൂടെയും ഓരോ ഭവനത്തിൽ നമുക്ക് ലഭിക്കുന്ന പരിശീലനത്തിൽ കൂടെയും മതപരമായ ഉത്ബോധനങ്ങളിൽ കൂടെയും ആദർശപുരുഷന്മാരായി, മതമില്ലാതെ മതത്തിനപ്പുറത്ത്, പിന്നെ നാം വായിക്കുന്ന സാഹിത്യം, അങ്ങനെയുള്ള പലവിധമായ അറിവുകളുടെയും അനുഭവങ്ങളുടെയും ആകത്തുകയായി ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിൽ വരുന്ന നല്ല മാറ്റങ്ങൾ, അതിനെയാണ് നാം സന്മാർഗബോധമെന്നും മനസാക്ഷ്യം എന്നൊക്കെ പറയുന്നത്. ഇതൊന്നുമില്ലാതെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു കൃത്രിമമായ ലോകത്തിൽ ചില ആളുകൾ
ആജീവനാന്തം സ്ഥിതി ചെയ്യുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹം വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കുന്ന മര്യാദകൾ, അതായത് ലിമിറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്തുകൂടാ, ഇപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കണം, അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യരുത്, സ്ത്രീകളുടെ വ്യക്തിത്വത്തിൻ്റെ മാനം സംരക്ഷിക്കുവാൻ അവരെ അനുവദിക്കണം, അവരുടെ നിസ്സഹായതയിൽ അവർ അബലകളാണ്, ആശ്രിതരാണ് എന്നതുകൊണ്ട് അവരെ ചൂഷണം ചെയ്യരുത്. സ്ത്രീകൾ അബലകളാണ് എന്നത് പുരുഷൻ കണ്ടുപിടിച്ച, അവൻ്റെ സൗകര്യത്തിന് കണ്ടുപിടിച്ച ഒരു മിഥ്യയാണ്. അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇത് സാമൂഹ്യ ജീവിതത്തിലുണ്ട് എങ്കിലും അത് സിനിമാ ലോകത്ത് തികച്ചും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തിലുണ്ട് എന്ന് നാം പറയുകയാണ്, അതും ശരിയല്ല. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളോട് നാം ഏത് വിധത്തിലാണ് ഇടപെടുന്നത്, സ്ത്രീകളെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളും സമീപനങ്ങളും എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന സന്മാർഗബോധം എന്താണ് എന്നതൊക്കെ അവർക്കും അറിയാവുന്നതാണ്. ഓരോരോ സംഭവങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, മതത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, കുടുംബങ്ങളിൽ സ്ത്രീയുടെ അവസ്ഥ എന്താണ്, ജോലിസ്ഥലങ്ങളിൽ, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ സാമൂഹ്യപരമായ നിബന്ധനകളും അതിർവരമ്പുകളും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ, ഇതൊന്നുമില്ലാതെ നിബന്ധനകൾ 100% മാറ്റിവെക്കുന്ന ഒരു സിനിമാ ലോകം. അതുകൊണ്ടാണ് നാളിതുവരെയും 2013 സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമമുണ്ടാക്കി ഇന്ത്യൻ പാർലമെൻറ്റ്, ലോ അഗൈൻസ്റ്റ് ദി സെക്ഷൽ ഹാരസ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്, പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷൻ, 2013. അതനുസരിച്ച് എല്ലാ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാകേണ്ടതാണ്. സിനിമാ ലോകത്ത് അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവതരിപ്പിക്കാൻ തത്രപ്പെടുന്ന വിഷയത്തിൻ്റെ പ്രാസക്തി നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകം അവരുടെ സമകാലീനമായി സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥിതി അതുമായി വ്യത്യാസമുള്ളതാണ്. അത് വളരെയധികം നാളുകൾക്ക് മുമ്പ് സ്ഥിതി ചെയ്തിരുന്ന ഒരു അവസ്ഥ, അതായത് പുരുഷ മേധാവിത്വം, അതിൽ പുരുഷന്മാരിൽ തന്നെ ശ്രേണീബദ്ധമായ ഒരു ഘടന, അവിടെ ഹീറോ അങ്ങ് മേളിലിരിക്കുന്നു. ഇപ്പോൾ കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു സിംഹങ്ങളുടെ ഒരു കൂട്ടം, പ്രൈഡ് എന്നാണ് ഇത് പറയുന്നത്, പ്രൈഡ് ഓഫ് ലയൺസ്, ഒരു കൂട്ടം സിംഹങ്ങളെ ഇംഗ്ലീഷിൽ പറയുന്ന പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുന്നത്, PRIDE. അപ്പോൾ അതിനകത്ത് ഒരു സിംഹമുണ്ട്. ആ സിംഹത്തിന് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ കൂട്ടത്തിലുള്ള എത്ര പെൺസിംഹങ്ങളുണ്ടോ അവയൊക്കെ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അവകാശമാണ് ആ സിംഹത്തിനുണ്ട്. ആ ഒരു തലത്തിലാണ് സിനിമാ ലോകം പ്രവർത്തിക്കുന്നത് എന്നാണ് കേരളത്തിലും മറ്റ് ഇടങ്ങളിലുമുള്ള ലോകത്തെമ്പാടുമുള്ള സിനിമാ ലോകങ്ങളെപ്പറ്റി ഞാൻ വായിച്ച് അറിഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറയുന്നത് ചില സിംഹങ്ങളാണ്. സൂപ്പർ താരങ്ങൾ സിംഹങ്ങളാണ്, താരസിംഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ലോകത്തിൽ നിയന്ത്രണം, ആ നിയന്ത്രണത്തിൻ്റെ ലൈംഗികമായ ആനുകൂല്യങ്ങൾ യഥേഷ്ടം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് അവരുടെ സങ്കല്പം. അതിന് കീഴ്പ്പെട്ടു കൊടുക്കാത്ത സ്ത്രീകളെ, കാട്ടിൽ സിംഹം തനിക്ക് വഴങ്ങിക്കൊടുക്കാത്ത പെൺസിംഹങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും, അതുപോലെ കൈകാര്യം ചെയ്യും എന്നതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ ഒരു നടിയോട് കാണിച്ച അക്രമം. അതിന്നും കേസായിട്ട് കിടക്കുകയാണ്. ആ നടിയെ ആക്രമിക്കുവാൻ വഴിയൊരുക്കിയ ആൺസിംഹം അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ എന്തെല്ലാം വിധത്തിലാണ്, ആരെല്ലാമാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
ഈ കേസ് സംബന്ധമായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തൊണ്ടി മുതൽ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്, അല്ലെങ്കിൽ യഥേഷ്ടമെടുത്ത് ഉപയോഗിക്കുകയാണ്. രാത്രിയിൽ എന്തും ചെയ്യാം. ഒരു ആൺസിംഹത്തിന് എന്തും ചെയ്യാം. ആ ഒരു യുക്തി നമ്മുടെ സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മതത്തിൽ വരുമ്പോൾ ഒരു ബിഷപ്പിന് എന്തും ചെയ്യാം. കന്യാസ്ത്രീകളുണ്ടെങ്കിൽ യഥേഷ്ടം ഉപയോഗിക്കാം. അതാണ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായത്. രാഷ്ട്രീയ മേഖലയിൽ വരുമ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ യു പിയിലൊക്കെ ചെന്നാൽ നമുക്കറിയാം, ഒരു പ്രമാദമായ പല കേസുകൾ വന്നിട്ടുണ്ട്. ഒരു ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അവൻ്റെ പ്രദേശങ്ങളിലുള്ള ഒരു എത്ര സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ചാലും അതിനെതിരെ കേസും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ചെല്ലുന്നവൻ തല്ലുകൊള്ളും, അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും. ഇതാണ് അവസ്ഥ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയമായ സിംഹമാണ്. അദ്ദേഹത്തിന് ഇപ്രകാരം ആസ്വദിക്കാനുള്ളൊരു അവകാശമുണ്ട് എന്ന് സമൂഹം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നതും എഴുതിയില്ലെങ്കിലും അനുവദിച്ചു കൊടുക്കുന്നതുമായൊരു നിയമമാണ്. ഇതാണ് എൻ്റെ സത്യം. ഇത് നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെ നാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഗണിച്ചാൽ, എന്ന് മാത്രവുമല്ല, റിപ്പോർട്ടെന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ശേഷം അതെപ്രകാരം കൈകാര്യം ചെയ്യപ്പെട്ടു, അങ്ങനെ കൈകാര്യം ചെയ്യുവാൻ ഇടയാക്കിയ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇതുവരെ നിങ്ങളുമായി പങ്കിട്ട ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുനിഷ്ഠമായി അതിനെ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ റിപ്പോർട്ട് സ്വീകരിച്ച സർക്കാരും മനുഷ്യരാണല്ലോ. ആ മനുഷ്യരിൽ കൂടുതലും പുരുഷന്മാരാണല്ലോ. പുരുഷന്മാരിൽ തലയെടുപ്പുള്ള പുരുഷന്മാരാണല്ലോ. അധികാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ ഇരിക്കുന്നവരാണല്ലോ. ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്നവരാണല്ലോ. അവരുടെ തലത്തിൽ നോക്കുമ്പോൾ അവരോരോരുത്തരും ആൺസിംഹങ്ങളാണല്ലോ. അധികാരത്തിൻ്റെ പേരിലാണ്, ഞാൻ ലൈംഗികമായ കാര്യമല്ല ഇവിടെ ഈ സമയത്ത് പറയാം. അപ്പോൾ അധികാരത്തിൻ്റെ സിംഹങ്ങൾക്ക് മറ്റ് സിംഹങ്ങളെ പോലെയുള്ള അവകാശങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അങ്ങനെയുള്ള എത്രയോ കഥകൾ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ 10 വർഷം കേരള രാഷ്ട്രീയം 2 സ്ത്രീകളാണ് അമ്മാനമാടിയത് എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഈ സിംഹങ്ങളുടെ കളിയാണ് എന്ന് മനസ്സിലാക്കുന്നവർ അവർക്ക് നന്ന് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിംഹങ്ങളുടെ കൂടായ സർക്കാർ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൈപ്പറ്റിയ ശേഷം അതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? കാരണം നമ്മുടെ സമൂഹത്തെ ആകമാനം അടക്കി ഭരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു സങ്കല്പം, ഒരു സമീപനം, ഒരു ഉറച്ച വിശ്വാസം, സിംഹങ്ങൾക്ക് ഈ ആനുകൂല്യം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ സിനിമാ ലോകത്തിലെ സിംഹവും സാമൂഹ്യ ജീവിതത്തിലെ സിംഹങ്ങളും വ്യത്യാസമാണ്. സാമൂഹ്യ ജീവിതത്തിലെ സിംഹങ്ങൾക്ക് ആ താല്പര്യമുണ്ട് എങ്കിലും അവർക്ക് അല്പം ഒരു കടിഞ്ഞാണിട്ടിട്ടുണ്ട്. സിനിമാ ലോകത്തിലെ സിംഹങ്ങൾക്ക് കടിഞ്ഞാണില്ല, സാമൂഹ്യ ജീവിതത്തിലെ സിംഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ഈ വ്യത്യാസം. എന്നാൽ രണ്ടും സിംഹങ്ങളാണ്. സിംഹങ്ങൾക്ക് സിംഹങ്ങളോട് താല്പര്യമുണ്ടാകും, അവരൊരു കടപ്പാടുണ്ടാകും, അവരെപ്പറ്റി ഒരു ആരാധനാ മനോഭാവമുണ്ട്. അഡോറേഷൻ, ആരാധനാ മനോഭാവം ഉണ്ടാകും. അവർ മെടുക്കന്മാർ, അവരുടെ ആനുകൂല്യങ്ങളെ അതിൻ്റെ 4 അയലത്ത് വരെ എന്നെ കൊണ്ട് വെക്കുമോ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല, കസേര തെറിക്കും. അതുകൊണ്ട് ഒരു വൈകാരികമായ അടുപ്പം, ഒരു സഹാനുഭൂതി, ഒരു പ്രത്യേകമായ ബന്ധം, സ്പെഷ്യൽ അഫിനിറ്റി ഉണ്ട്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് റിപ്പോർട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാണ് ഈ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്? അതൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വലിയ ഘോരമായ അനീതികൾ സംഭവിക്കുന്നു. അതിനെന്തെങ്കിലും വ്യത്യാസം വരത്തക്കവണ്ണം വസ്തുനിഷ്ഠമായ ചില നീക്കങ്ങൾ ചെയ്യുവാനും ചില
വ്യവസ്ഥിതികൾ സൃഷ്ടിക്കുവാനുള്ള താല്പര്യത്തിൽ അല്ലയോ ഇത് ആരംഭിച്ചത്, എന്ന പ്രഹസനത്തിലല്ലയോ ഇത് ആരംഭിച്ചത്? അല്ലെങ്കിൽ ഇത്രമാത്രം സമയം ചെലവഴിച്ച് 3 പേരുടെ സമയം കളഞ്ഞ് പണമില്ലാത്ത സർക്കാരിൻ്റെ പണവും കളഞ്ഞ് ഈ ഒരു അനാവശ്യമായ അഭ്യാസം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല, എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ വന്നപ്പോൾ മല പ്രസവിച്ചു, അതിനകത്ത് എലി പോലുമില്ല എന്നൊരവസ്ഥയിലായി. കാരണം എന്താണ് എന്നത് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വേണ്ടതുപോലെ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് 100% പച്ച പരമാർത്ഥമാണ് എന്നും അത് നീതിബോധമുള്ള ഒരു സമൂഹത്തിന് ഒരു വിധത്തിലും സ്വീകാര്യമാകരുത് എന്നും അറിയാൻ വയ്യാത്ത പൊട്ടന്മാർ പോലും ഈ സംസ്ഥാനത്തിൽ എന്നിരിക്കെ അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മാറ്റവും വരാതിരിക്കത്തക്കവണ്ണം അത് പൂഴ്ത്തിവെച്ചു. അതിന് പറയുന്നത് അത് ചില ആളുകളുടെ മാനം പോകുമെന്നാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയം കൂടുതലായിട്ട് കൈകാര്യം ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാം തിരിച്ചറിയേണ്ട ഒരു പ്രത്യേകമായ സത്യം, സിനിമാ ലോകം ഇപ്രകാരം ആണ് എന്നും ഇപ്രകാരം മാത്രമേ ആകത്തുള്ളൂ എന്നും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടേതായ ആനുകൂല്യങ്ങൾ, സിനിമാ ലോകത്തിൻ്റേതായ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും ഉള്ളത് ഈ സമൂഹം വളരെ ഉദാര മനസ്കരായി അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇപ്പോൾ ഒരു നടന് നല്ലൊരു നടന് കേരളത്തിൽ 1.5 കോടി തൊട്ട് 3 കോടി രൂപ വരെ പ്രതിഫലം ഒരു പടത്തിന് കിട്ടുമെന്നാണ് മാധ്യമങ്ങൾക്കൂടെ നമ്മുടെ അറിവ്. അത് തമിഴ്നാട്ടിലോട്ട് ചെന്നാൽ ഒരു പടത്തിന് 100 കോടി കിട്ടുന്നൊരു വ്യക്തിയുണ്ട്, നമുക്കറിയാം. ഒരു പടം കൂടിപ്പോയാൽ 3 മാസം കൊണ്ട് അഭിനയിച്ച് തീർക്കും. അഭിനേതാക്കൾ നന്നേ അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അവർ നടത്തുന്ന അധ്വാനവും തമ്മിൽ വലിയ പൊരുത്തമൊന്നുമില്ല. നമ്മളെല്ലാവരും നമ്മുടേതായ തലങ്ങളിൽ അധ്വാനിക്കുന്നവരാണ്. ഞാൻ നന്നേ അധ്വാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാറ ജോസഫിൻ്റെ ഉതപ്പ് എന്ന പുസ്തകം ഞാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തു, മൊഴിമാറ്റം നടത്തി. 2 വർഷം നന്നേ അധ്വാനിച്ചിട്ടാണ് ഞാൻ ആ മൊഴിമാറ്റം നടത്തിയത്. അതായത് ഒരു തർജ്ജിമ ചെയ്തു, അതിൻ്റേതായ പിന്നെ റിവിഷൻ ഓഫ് ദി ഡ്രാഫ്റ്റ്, എഡിറ്റിംഗ് എല്ലാം കൂടി 2 വർഷം എടുത്തു. എനിക്ക് ആ തർജ്ജമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രാൻസ്ലേറ്ററിൻ്റെ നാഷണൽ അവാർഡ് കിട്ടി. പക്ഷേ ആ പുസ്തകം പബ്ലിഷ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ആകെ പ്രതിഫലം 2000 രൂപയാണ്. മനസ്സിലാക്കണം, 2 വർഷം കൊണ്ട് എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയത് 2000 രൂപയാണ്. നിങ്ങൾക്കറിയാം, സാമാന്യ കഴിവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരു നോവൽ അതിമനോഹരമായി തർജ്ജമ ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. ഈ ബുദ്ധിപരമായി നാം ചെയ്യുന്ന ജോലിക്ക് യാതൊരു വിലയുമില്ല. എന്നാൽ കൈയും കാലുവിട്ടെടുത്ത് മരത്തിന് ചുറ്റും കറങ്ങി നായികയോടുകൂടെ പാട്ടും പാടി ഉരുളി ചാടി നടക്കുന്നവന് 2 കോടി രൂപ 3 മാസം കൊണ്ടുണ്ടാക്കും. അങ്ങനെയുള്ള ആനുകൂല്യം നമ്മൾ അനുഭവിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കണം. ഒരു സിനിമയിലെ സിംഹം വെളിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം, ആദരവ്, ജനങ്ങളുടെ ആരാധന, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. നാം എന്തിനാണ് ഈ സിനിമാ താരങ്ങളെ ഇത്രമാത്രം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ്? നമുക്കിതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടല്ല. അതെല്ലാം നമ്മുടെ സാമൂഹ്യമായ ഒരു നാടകമാണ്. അതും ഒരു നാടകമാണ്. അപ്പോൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സംഭവിച്ചത്
നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളുടെ യഥാർത്ഥ സ്ഥിതി എന്നതിൻ്റെ ഒരു പൊളിച്ച് കാട്ടലാണ് എന്ന യാഥാർത്ഥ്യം മലയാളി മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഏത് വിധത്തിൽ ഈ ഒരു പ്രശ്നത്തെ സമീപിക്കണം എന്നതിനെപ്പറ്റി ഒരു വിചിന്തനമുണ്ടാകണം. പുതിയ തരത്തിലുള്ള ഒരു സമീപനമുണ്ടാകണം. അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളും അപ്രകാരം തന്നെയാണ് കരുതുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിലിരിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ അത്ര സുഖകരമല്ലാത്തൊരു വിഷയത്തെ അല്പം ഒന്ന് പരാമർശിക്കാമെന്ന് അനേക ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ധൈര്യം കാണിച്ചത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധികം താമസിയാതെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്.